റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് സ്കൂളിലെ പരിപാടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്ഷണിച്ചതിൽ വിശദീകരണം തേടിയിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ. DOയ്ക്കും DDയ്ക്കും അന്വേഷണം നടത്താൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. പാലക്കാട് സർക്കാർ മോയൻ LP സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിക്കെത്തിയത്. ഗുരുതര ക്രിമിനൽ ആരോപണം നേരിടുന്ന വ്യക്തിയെ ക്ഷണിച്ചതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനും ബാലാവകാശ കമ്മീഷനും പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷിക്കാനുള്ള നിർദ്ദേശം. സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ അയ്യലൂര്, പാലക്കാട് ഏറ്റവും പ്രശസ്തമായ സ്കൂളാണ് മോയൻ സ്കൂള്, മോയൻ വനിതാ സ്കൂള്. ഈ പെൺകുട്ടികളുടെ സ്കൂളാണ്. ആ സ്കൂളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശനം നടത്തി ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണോ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്? അതെ അരുൺ, അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു മോയൻ LP സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നത്. ആ പരിപാടിക്കാണ് പാലക്കാട് MLA എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ക്ഷണിക്കുകയും ചെയ്തത്. അദ്ദേഹം എത്തുകയും ഒപ്പം തന്നെ ഈ കുട്ടികളുടെ കൂടെ ഒരു റീൽ ചിത്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നാലെയാണ് ഒരു പരാതി ബാലാവകാശ കമ്മീഷനും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും ലഭിക്കുന്നത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റാരോപണം നിലനിൽക്കുന്ന ഒരാളെ ക്ഷണിച്ചത് അത് ശരിയല്ല എന്നുള്ളതാണ്. മാതൃകയ്ക്ക് കുട്ടികൾക്ക് നൽകേണ്ട ഒരു മാതൃകാപരമായ രീതിക്ക് എതിരാണ് ഈ സംഭവം എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. DOയ്ക്കും DDയ്ക്കും നിലവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ക്ഷണിക്കാനുണ്ടായ സാഹചര്യം, എന്താണ് അവിടെ സംഭവിച്ചത്, ഈ പരാതിയിൽ പറയുന്നത് പോലുള്ള ഗുരുതര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാനാണ് നിലവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്താണ് ഈ സാഹചര്യം, ഈ പരാതിക്ക് അടിസ്ഥാനം എന്നുള്ളത് അന്വേഷിക്കാനായി DDയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ SHOയ്ക്കും ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഏപ്രിൽ 14-ാം തീയതിക്ക് മുൻപാകെ തന്നെ ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്തു എന്നുള്ളത് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ സ്കൂളിലേക്ക് എത്തുകയും ഒപ്പം തന്നെ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുകയും ഈ റീല് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അടക്കം ചെയ്തത്. പിന്നാലെയാണ് പരാതിയുമായി ഒരാൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. അരുൺ, ഓക്കെ, താങ്ക് യു. സുനീഷയാണ് വിവരങ്ങൾ നൽകിയത്.